അക്ഷയ് കൃഷ്ണൻ. കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും. അച്ഛന്റെ പേര് ജയൻ. എന്ത്? ജയൻ പൂജപ്പുര. ജയൻ പൂജപ്പുര. അമ്മയോ? സിനി നായർ. അച്ഛൻ ജയൻ പൂജപ്പുര, സിനി നായർ. പിന്നെ ഇതൊക്കെ ആരൊക്കെയാണ്? അതെന്റെ അനിയനും എന്റെ ലാൽകുഞ്ഞയും പിന്നെ അത് മനസ്സിട്ടപ്പനും. ഇതിന് നമുക്ക് ഉപകാരമുള്ളത് ആരാണ് ഈ കൂട്ടത്തിൽ 4 പേരിൽ? അമ്മയും അനിയനും മാത്രം ഉപകാരമുള്ളൂ. ബാക്കിയൊക്കെ ഉപദ്രവമാണ്. അമ്മയല്ല അച്ഛൻ. അച്ഛനെ കൊണ്ടാണ് ഉപകാരം. അച്ഛൻ മാത്രമാണ് ചിലപ്പോ അച്ഛനെ അടിക്കും. എന്നെ അടിക്കും. ഇപ്പൊ ഇവിടെ നിന്ന് താഴെ നിന്നപ്പോ ഇടിക്കുകയൊക്കെ ചെയ്തു. അച്ഛനാ? അല്ല അച്ചു. ഞാൻ കേട്ടത് താഴെ നിന്നപ്പോ ഇടിച്ചു കൂട്ടിയെന്നാണ് പറയണത്. വീട്ടിലെങ്ങനെയാണ്? ആര് നന്നായിട്ടുണ്ട്? അച്ഛൻ നന്നായിട്ടൊന്നുമില്ല. അച്ഛൻ മുമ്പത്തേക്കും ക്ഷീണിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അച്ഛൻ നന്നായിട്ടുണ്ട്. അച്ഛന് പഠിപ്പുണ്ടോ? അച്ഛൻ ഷൂട്ടിംഗ് ആണ്. സ്റ്റോറി റൈറ്ററാണ്. ഏതൊക്കെ സ്റ്റോറി എഴുതിയിട്ടുണ്ട്? അയ്യപ്പൻ, പിന്നെ അമ്മദേവി, കടുമ്പട്ടത്തച്ഛൻ. കടുമ്പട്ടി വെട്ടി അച്ഛനുണ്ട്. അങ്ങനെ ഒരു സീരിയൽ ഉണ്ടാ? കടമത്തച്ഛൻ. ഞാൻ കടുമ്പട്ടി വെട്ടി അച്ഛനാണ്. തിരിച്ചു മോളിന്നൊക്കെ താഴെ പോരരുതട്ടാ. എനിക്ക് ഒരാളെ താങ്ങാൻ പറ്റുള്ളൂ. കടമറ്റത്തച്ഛൻ, അമ്മദേവി. ഇപ്പൊ വേറെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാ? ഏതാണ്? ആൺമനസ് എഴുതാറില്ല. പെൺമനസ്സാണ് ഇഷ്ടം. എങ്ങനെയുണ്ട് ആൾക്കാർ കണ്ടിട്ട്? എന്ത് പറയണു? കാണാറുണ്ടോ? നമ്മള് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. അമ്മയും മോനും. വീട്ടിൽ സീരിയൽ കാണാറുണ്ടോ? ആരാ സീരിയൽ കാണുന്നത്? അച്ഛനും അമ്മയും ഞാനും. നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ എന്ത് പറയും സീരിയൽ കണ്ടിട്ട്? അമ്മ മിണ്ടായിരിക്കും. മിണ്ടിയാ പണി പാളി. വഴക്കിടോ? എപ്പാ? കുറച്ചൊക്കെ ദിവസം ഭയങ്കരമായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട്. എങ്ങനെ? ഭയങ്കരമായിട്ട് അടി കൂടിയുണ്ടോ? ആരാ അടി കൊടുക്കണം? രണ്ടുപേരും കൂടുതലായിട്ട് വഴക്കൂടും. ചിലപ്പോ അമ്മയുടെ അമ്മ ഉള്ളപ്പോഴാണ് കൂടുതലായിട്ട് വഴക്ക് കൂടുന്നത്. അമ്മയുടെ അമ്മ വീട്ടിലുള്ളപ്പോഴാണ് അടി കൂടുന്നത്. അമ്മയുടെ അമ്മ വീട്ടിലുള്ളപ്പോഴല്ല, ഇല്ലാത്തപ്പോ. അമ്മയുടെ അമ്മ നമ്മളടുത്തുണ്ടായിരിക്കണം. അപ്പൊ വഴക്ക് കൂടും. എന്തെങ്കിലും എനിക്ക് സംഭവിക്കണം. എനിക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വഴക്ക് കൂടും. സംഭവിക്കാതെ നോക്കിയാ വഴക്കില്ല. സംഭവിക്കാറുണ്ടോ? എന്താണ് സംഭവിക്കണത്? അന്ന് ഞാൻ ഒരു കല്യാണ വീട്ടില് പോയി. കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ കളിച്ചോണ്ടിരുന്ന പോയിട്ട് എന്റെ കഴുത്തിൽ ചവിട്ടി. ചവിട്ടി. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാം പറഞ്ഞെല്ലാം വഴക്കൂടി. അച്ഛനും അമ്മയും എന്റെ അമ്മൂമ്മയും പിന്നെ അമ്മയുടെ അമ്മ എല്ലാരും കൂടി കൂടി വഴക്ക് കൂടിയിട്ട് എന്താണ് നടന്നത്? അമ്മയുടെ അമ്മയുടെ കവളിലിട്ട് വയസ്സായ അമ്മയുടെ കവളിലിട്ട് അമ്മ ഒരു ഇടി ഇടിച്ചെടുത്തു. കൂടിയിട്ട് വയസ്സായ അമ്മയുടെ കവളിലിട്ട് ഒരു ഇടി കൊടുത്ത് പാവം. ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഇരിക്കണ കവളത്തിട്ട് ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ സൂചിക്ക് കുത്തിപ്പൊട്ടിക്കണ പോലെ ഇപ്പൊ. എന്നിട്ട് എന്റെ അമ്മയുടെ അമ്മ വന്ന് വഴക്ക് പറഞ്ഞു. എന്റെ അമ്മ അമ്മമ്മക്കിട്ട് ഇടിച്ചിട്ട് ഈ അമ്മയുടെ അമ്മ വന്ന് പറഞ്ഞു, എന്തിനാണ് അങ്ങനെ ഇടിക്കാൻ പോകുന്നത്? കാലമണിക്കൊന്ന് ഇതിനാ കൈ കൊണ്ട് ഇടിച്ച് വെറുതെ കൈ ചീത്തേക്കുന്നു. പിന്നെ ചിലപ്പോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ സംഭവിക്കലെന്താ ഇത്ര വീട്ടില്? ഈ സംഭവം എന്താണ് വീട്ടിൽ ഇത്ര മാത്രം നടക്കണത്? എത്രയോ വീടുകളുണ്ട്, അവിടെയൊക്കെ സംഭവമാണ് നടക്കണത്. എന്തെങ്കിലും സംഭവിച്ച അടി തുടങ്ങണമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ മാത്രമാണ് സംഭവമുള്ള. എന്റെ വഴക്കെപ്പം മാറും? കുറച്ച് ദിവസം കഴിയണം. അല്ല, കുറച്ച് ദിവസമല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മാറും. എങ്ങനെ മാറിയെന്നറിയും? മറക്കും. ആരി? വഴക്കൂടിയത് അച്ഛനും അമ്മയും. മറന്നിട്ട് പിന്നെയും തുടങ്ങും? ഇല്ല. പുതിയ സംഭവം എന്തെങ്കിലും ഉണ്ടാവണം. പിന്നെ സംഭവത്തിലുണ്ടാവണം. വീട്ടിൽ അച്ഛനെ അന്വേഷിച്ച് ആരെങ്കിലും കൂട്ടുകാരൊക്കെ വരും? ചിലപ്പോ അച്ഛന്റെ കൂട്ടുകാരനൊക്കെ വരും. ചായ ഒന്നും കൊടുക്കൂലേ നിങ്ങൾ?
ചായ വേണമെന്ന് ചോദിക്കാൻ മറന്നുപോകും. അമ്മയും മറന്നുപോകും. ഒന്നും കൊടുക്കൂല അപ്പൊ? അല്ല, വേണോന്ന് അമ്മയും അച്ഛനും ചോദിക്കാറുണ്ട്. അപ്പൊ എന്റെ അച്ഛന്റെ കൂട്ടുകാരൻ പറയും അതൊന്നും വേണ്ട, ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ചെന്ന്. വെള്ളം വേണ എന്ന് പിന്നെ ഇങ്ങനെ ചോദിച്ചാ പിന്നെ കുടിക്കാൻ വെള്ളം വേണ? വേണ്ട, നിങ്ങളിപ്പൊ കഴിക്കാണ്. അല്ലാതെ വരുന്ന ഗസ്റ്റിനോട് കുടിക്കാൻ ഇത്തിരി ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറയും ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുന്ന ഗസ്റ്റിനോട് കുടിക്കാൻ ചായ വല്ലതും വേണ? വേണ്ട, നേരത്തെ കഴിച്ചതാണ്. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കണത് വീട്ടിൽ ആരെങ്കിലും വരുന്നതിൽ അമ്മക്ക് ഇഷ്ടക്കേടുണ്ടാ? ഇഷ്ടക്കേടൊന്നുമില്ല. ആരെങ്കിലും വരുമ്പോ അമ്മ പറയോ ഓ വന്നുണ്ട് അങ്ങനെ പറയോ? അങ്ങനെ പറയുന്നുണ്ട്. ആര് വരുമ്പോഴാ? അതാ ചിലപ്പം അമ്മയുടെ കൂട്ടുകാരി വരുമ്പോ. ഏത് കൂട്ടുകാരി? പേരെനിക്ക് അറിഞ്ഞൂടാ. ഭാഗ്യം. അമ്മ സീരിയൽ കണ്ടിരുന്ന് കറിയോ? ഇല്ല. ചിരിക്കുവോ? ചിലപ്പോ ഇടക്കിടക്ക് തുള്ളി വരും കണ്ണീന്ന്. അപ്പൊ ഞാൻ ചോദിക്കും അമ്മ ഞാൻ കുറച്ച് ബക്കറ്റ് എടുത്തോണ്ട് വരട്ടെ, കണ്ണീന്ന് വെള്ളം പറയും. ബക്കറ്റ് എടുത്തോണ്ട് വരട്ടെ എന്നാ? ഇനിയും സീരിയലുകൾ എഴുതി മക്കളെ പോറ്റി വളർത്തണം. അതിലൊരു ഭാഗം കൊണ്ട് ഇവരെ പഠിപ്പിക്കണം. 2-3 ബക്കറ്റും മേടിച്ച് വെച്ചേക്കണം വീട്ടിൽ. അമ്മയ്ക്ക് ആരെയാണ് ഇഷ്ടം? ആണല്ലേ. മോനാരെയാണ് ഇഷ്ടം? അമ്മ. അച്ഛനെ ചെറുതായിട്ട് ഇഷ്ടമാണ്, അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛനെ ചെറുപ്പം പോലെ കാണാൻ തുടങ്ങിയാണോ? അല്ല, പിന്നെ അച്ഛൻ ചെറുപ്പം മുതൽ അച്ഛനെ കണ്ടിട്ടില്ല. എപ്പം പോലെയാണ് കാണാൻ തുടങ്ങിയത്? ഞാൻ ചെറിയ കുഞ്ഞായിട്ട് അച്ഛൻ വലുതായിട്ട് കാണും. ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണാൻ തുടങ്ങിയത്. അതിനു മുമ്പ് കണ്ടിട്ടില്ല? ഇല്ല. ചിലപ്പോ ഞാൻ പറഞ്ഞതിന് മുമ്പ് അമ്മയുടെ വയറ് നല്ല ഗുണ്ടനായിട്ട് ഇരിക്കും, വലുതായിട്ട്. ചിലപ്പോ ഞാൻ പറഞ്ഞതിന് മുമ്പ്. മോൻ മരണതിന് മുമ്പ് അമ്മയുടെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ് ഇങ്ങനെ ഇരിക്കും വലുതായിട്ട്. ഞാൻ ജനിച്ച് വരണതിന് മുമ്പ്. ജനിച്ചതിന് ശേഷം മാറി? ജനിച്ചതിന് ശേഷം മാറി. ക്ലാസ്സിലെങ്ങനെയാണ്? ചിലപ്പോ ടീച്ചർ വഴക്കുറയും. ഞാൻ ഇവിടെ വരണമെന്ന് ടീച്ചറിനോട് പറഞ്ഞപ്പോ ഇന്നലെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്ന്. എങ്ങനെ? ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു ടീച്ചർ. അങ്ങനെ പറഞ്ഞ ടീച്ചർ കണ്ടതിന് ശേഷം എന്തായിരിക്കും ഓൾ ദ ബെസ്റ്റ് ആണ്, ബെസ്റ്റ് ഓഫ് ദ ഓൾ ആണെന്നൊക്കെ അറിയാൻ പറ്റും. ടീച്ചർ എങ്ങനെയുണ്ട്? ടീച്ചർ ചിലപ്പോ വഴക്കുറയും. ഞാനാണ് സ്കൂളിൽ വെച്ച് ക്ലാസ്സിൽ എന്തെങ്കിലും കുഴപ്പം നടന്ന് ഞാൻ പറയും. എന്റെ ക്ലാസ്സിൽ ഒരു കുഴപ്പം പോലും പറയില്ല, പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കുഴപ്പം മാത്രം ഞാൻ പറയാറില്ല. ബാക്കിയൊക്കെ പറയും. എന്താ ടീച്ചറുടെ പേര്? ബിന്ദു ടീച്ചർ, മാത്സ് ടീച്ചർ, ക്ലാസ് ടീച്ചർ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു തന്നായതാണോ? അല്ല. നല്ല ടീച്ചർ, പഠിപ്പിക്കും. ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ. ടീച്ചറിന്റെ പേരെന്താ? അതറിഞ്ഞൂടാ. ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറിന്റെ പേര് ഇതുവരെ അറിഞ്ഞൂടാ. എന്തായാലും ടീച്ചർമാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ ടീച്ചർ ഒന്ന് പ്രത്യേകം പോയിട്ട് ഇത് കഴിയുമ്പോൾ ഒന്ന് കണ്ടേക്കണം. അമ്മക്ക് 2-3 ബക്കറ്റും മേടിച്ചു കൊടുക്കണം. അച്ഛൻ പറഞ്ഞേക്കണം കേട്ടാ. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? അപ്പൊ നന്നായിട്ട് വരട്ടെ, നല്ലതാവട്ടെ. ആരാവുന്ന പറഞ്ഞത്? എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ. വീട്ടിൽ നിന്നൊരു എഞ്ചിനീയർ ഉണ്ടാവട്ടെ. രാംരാജ് കോട്ടൺ മുണ്ടുകൾ, ഷർട്ടുകൾ സൂപ്പർ കിഡ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഒരു മിടുക്കിക്ക് ഒരു സമ്മാനം, മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന സമ്മാനം. കേട്ടല്ലോ കഥകൾ. ഇനിയും നിരവധി കഥകൾ നമുക്ക് കാണാനുണ്ട്. ഒരുപാട് കൂട്ടുകാർ ഇനിയും വരാനുണ്ട്. അവരടുത്ത ദിവസം വരും. അതുവരെ രാത്രി ശുഭ.